നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. DCC നേതൃയോഗം തൊടുപുഴ രാജീവ് ഭവനിൽ നടന്നു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇടുക്കി ജില്ലാ വ്യാപാരോത്സവത്തിന് തൊടുപുഴയിൽ ഔദ്യോഗികമായ തുടക്കം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് 57 വർഷങ്ങൾക്ക് ശേഷം പുതിയ തലമുറയ്ക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തി. തൊടുപുഴയിൽ സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടു. തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന അവിൽ മോൻ ബസ്സാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടമുണ്ടാക്കിയത്. തൊടുപുഴ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ അനാലിസ്റ്റ് ടെസ്റ്റ് ഓറിയന്റേഷൻ നടത്തി. ലയൺസ് ക്ലബ് റീജിയണൽ ചെയർമാൻ സൈജൻ സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിശകലനത്തിനായി കോൺഗ്രസ് ജില്ലാ കോർ കമ്മിറ്റിയും DCC നേതൃയോഗവും തൊടുപുഴ രാജീവ് ഭവനിൽ നടന്നു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിശകലനത്തിനായാണ് കോൺഗ്രസ് ജില്ലാ കോർ കമ്മിറ്റിയും DCC നേതൃയോഗവും നടത്തിയത്. രാജീവ് ഭവനിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ഘാടനം AICC General Secretary Deebadas Munshi നിർവഹിച്ചു. But yes, we are with the people. We have our vision for 2026 and we have a mission for 2026 and definitely we are going to bring it in front of the people and especially for the youngsters to make Kerala more modern, more digital way, how to place Kerala in the map of India. We are definitely working on it. Maybe media is affected more than the people of Kerala because media is making noises, media is making controversial news on this, but people of Kerala has not been affected. യോഗത്തിൽ DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ, AICC സെക്രട്ടറി PV മോഹൻ, KPCC ഭാരവാഹികൾ, KPCC അംഗങ്ങൾ, DCC ഭാരവാഹികൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇടുക്കി ജില്ലാ വ്യാപാരോത്സവത്തിന് തൊടുപുഴയിൽ ഔദ്യോഗികമായ തുടക്കം. തൊടുപുഴ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഡിസംബർ 15 മുതൽ 2026 മാർച്ച് 31 വരെയാണ് വ്യാപാരോത്സവം. ഇടുക്കി ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഉണർവും ഉത്സാഹവും പ്രദാനം ചെയ്യുന്നതിന് ഉപയോക്താക്കൾക്ക് കൈനിറയെ സമ്മാനങ്ങളുമായി ഡിസംബർ 15 മുതൽ മാർച്ച് 31 വരെ സമ്മാനങ്ങളുടെ പെരുമഴയുമായി സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവത്തിന് തിരിതെളിഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗസ്ഥാപനങ്ങളിൽ നിന്ന് നിശ്ചിത തുകയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്കെല്ലാം സമ്മാനങ്ങൾ ലഭിക്കും. ഇന്നോവ ക്രിസ്റ്റ കാറാണ് ബമ്പർ സമ്മാനം. 5 അസംബ്ലി മണ്ഡലങ്ങളിൽ ഓരോ മാരുതി ഓൾട്ടോ കാറുകൾ വെച്ച് 5 കാറുകൾ രണ്ടാം സമ്മാനമായി നൽകും. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവ മാസ നറുക്കെടുപ്പുകളിലൂടെയും മിക്സി, പ്രഷർ കുക്കർ, ഇൻഡക്ഷൻ കുക്കറുകൾ എന്നിവ ദ്വൈവാര നറുക്കെടുപ്പുകളിലൂടെയും സമ്മാനങ്ങളായി നൽകും. മറ്റു നിരവധി സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കൂപ്പണുകൾ നൽകുന്ന കടകൾക്കും യൂണിറ്റുകൾക്കും ചെറുതും വലുതുമായ പ്രത്യേക സമ്മാനങ്ങളും നൽകും. തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടന മുന്നോട്ട് വെക്കുന്ന ഏതൊരു പ്രഖ്യാപനത്തെയും ആശയത്തെയും പ്രവർത്തനത്തെയും ഏറ്റവും കാര്യക്ഷമമായി ഗൗരവത്തോടുകൂടി കണക്കിലെടുത്ത് അതിനെ നടപ്പിലാക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഘടനാ സംവിധാനം. അത് തീർച്ചയായും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതിൽ ഞങ്ങളൊക്കെ വളരെ പുറകിലാണ്. അതുപോലെ ഞാൻ മുൻപ് ശ്രദ്ധിച്ചിട്ടുണ്ട്, മുൻപെപ്പോഴോ ഞാൻ നിങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ ഇടയ്ക്കിടെ കണക്കുകൾ അവതരിപ്പിച്ചു പോകുന്നൊരു ജില്ല. പല സ്ഥലത്തും ഞങ്ങളൊക്കെ വർഷത്തിലൊരിക്കലേ കണക്ക് അവതരിപ്പിക്കുള്ളൂ. ഇവിടെ അങ്ങനെ അല്ല എന്നാണ് ഞാൻ മുൻപ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധാപൂർവം കൃത്യമായി
മുന്നോട്ട് സംഘടനയെ നയിക്കാൻ ഈ ജില്ലക്ക് കഴിയുന്നുണ്ട്. 20,000-ൽ താഴെ അംഗങ്ങളുള്ള ഒരു സംഘടനാ സംവിധാനം സംസ്ഥാനത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ കുടുംബ സുരക്ഷാ പദ്ധതി തുടങ്ങി വെച്ച് 10ഓളം ജില്ലകളിൽ നിന്ന് കുടുംബ സുരക്ഷാ പദ്ധതി നടക്കുന്നുണ്ട്. ജില്ലയുടെ വലുപ്പവും അംഗസംഖ്യയും ഒക്കെ അനുസരിച്ച് 10 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയും വിവിധ ജില്ലകൾ നൽകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ഇന്നാണ് അത് മനസ്സിലാക്കിയത്, ഇവിടെ ഇന്ന് നൽകിയത് 6.5 ലക്ഷം രൂപയാണ്. അപ്പൊ അതിൽ അംഗസംഖ്യ വർദ്ധിച്ചപ്പോൾ അതിനനുസരിച്ച് കൊടുക്കുന്ന സംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തു എന്നുള്ളത് വലിയ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്, ചെറിയ കാര്യമല്ല. കാരണം എല്ലാവരും ഞാനടക്കമുള്ള എല്ലാവരും അല്പം ആള് കൂടിയാലും അതവിടെ ഇരുന്നോട്ടെ, ഭാവിയിൽ കുഴപ്പമുണ്ടാവണ്ടല്ലോ എന്നുള്ള ചിന്തയാണ് ഞങ്ങൾക്കൊക്കെ. കുറച്ച് കാശ് അവിടെ ഇരുന്നാൽ കുഴപ്പമില്ലല്ലോ. ഇനി ഇത് കൂടുതൽ പറഞ്ഞിട്ട് നാളെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ള ഒരു ആശങ്കയാണ് ഞങ്ങളെയൊക്കെ അലട്ടുന്നതെങ്കിൽ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല, വരവിനനുസരിച്ച് കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത നിങ്ങൾ വലിയ അഭിനന്ദനം അർഹിക്കുന്നു. സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഈ കാര്യത്തിൽ പ്രത്യേകം ഒരു അഭിനന്ദനം ഈ ജില്ലയ്ക്ക് നൽകിയ മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ, ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, തൊടുപുഴ ജനറൽ സെക്രട്ടറി CK നവാസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് NP ചാക്കോ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, മറ്റ് ജില്ലാ ഭാരവാഹികൾ, ജില്ലാ ട്രഷറർ R രമേശ്, ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ ഡയസ് ജോസ് എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് 57 വർഷങ്ങൾക്ക് ശേഷം പുതിയ തലമുറയ്ക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തി. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ കവളങ്ങാട് പഞ്ചായത്തിലെ 1963-ൽ വൈസ് പ്രസിഡന്റായിരുന്ന അന്നമ്മ ജേക്കബ് 88 ഈ തലമുറയ്ക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തിയത്. അന്ന് 7 വാർഡുകളിൽ ഒരു വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ആ വനിതയായി സർക്കാർ നോമിനേറ്റ് ചെയ്ത അന്നമ്മ ജേക്കബിനെയാണ് തുടർന്ന് വൈസ് പ്രസിഡന്റ് ആയെങ്കിലും പ്രസിഡന്റ് ഇൻ ചാർജ് ആയിരുന്നു. 1968-ൽ നടന്ന ഇലക്ഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച് 9 അംഗങ്ങളിൽ 8 വോട്ട് നേടി സംസ്ഥാനത്തെ ആദ്യത്തെ ഔദ്യോഗിക വനിതാ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തു. തന്റെ 25-ാം വയസ്സിൽ വൈസ് പ്രസിഡന്റും 30-ാം വയസ്സിൽ ഔദ്യോഗിക പ്രസിഡന്റുമായ അന്നമ്മ പിന്നീട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, വനിതാ സംഘടനകളുടെ ചുമതലകൾ എന്നിങ്ങനെ പൊതുരംഗത്ത് നിരവധി സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. 1986-ന് ശേഷം പൊതുരംഗത്ത് നിന്നും വിരമിച്ചു. തുടർന്ന് മകൻ ഡോക്ടർ ബെന്നി ജേക്കബിന്റെ ഒപ്പമായിരുന്നു താമസം. 4 തലമുറ കണ്ട അന്നമ്മ ജേക്കബ് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കഴിയുന്നു. കവളങ്ങാട് പഞ്ചായത്ത് 4-ാം വാർഡിൽ 1-ാം നമ്പർ ബൂത്തിലെത്തിയാണ് അന്നമ്മ ജേക്കബ് വോട്ട് രേഖപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴയിൽ സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടു. തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന അബിൽ മോൻ ബസ്സാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടം ഉണ്ടാക്കിയത്. അപകടത്തിൽ സ്കൂട്ടർ യാത്രികർക്ക് പരിക്കേറ്റു. അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. തൊടുപുഴയിൽ ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെട്ടു. തൊടുപുഴ റോട്ടറി ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. തൊടുപുഴയിൽ നിന്നും മൂവാറ്റുപുഴയ്ക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അമ്പലം ബൈപ്പാസിൽ നിന്നും മൂവാറ്റുപുഴ റോഡിലേക്ക് തിരിഞ്ഞപ്പോഴാണ് അപകടമുണ്ടായത്. സ്കൂട്ടറിൽ ഇടിച്ച ശേഷം സമീപത്തെ കടയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കടയ്ക്ക് സാരമായ നാശനഷ്ടമുണ്ടായി. പെട്ടെന്ന് ഭിത്തി തകരുന്നത് കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ബസ് ഇടിച്ചു നിൽക്കുന്നത് കണ്ടതെന്ന് കടയുടമ പറഞ്ഞു. കടയുടെ പേര് സെന്റ് ജോർജ് ഇലക്ട്രിക്കൽസ്, തൊടുപുഴ. വണ്ടി ഒന്നും അറിയത്തില്ല, വണ്ടി വന്ന് ഇടിച്ചു, ഭിത്തി ഇങ്ങോട്ട് പോരുന്ന നമ്മൾ കാണുന്നു, ഭിത്തി ഇടിച്ചു പോരുന്നു. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വെളിയിൽ ഇറങ്ങി നോക്കുമ്പോഴാണ് വണ്ടി കിടക്കുന്നത് കാണുന്നത്. എന്താ സംഭവിച്ചൊന്നും അങ്ങനെ നമുക്കറിയില്ല, നമ്മൾ കടക്കാതിരിക്കാണല്ലോ, നമ്മൾ വണ്ടി ഇടിച്ച് കയറി വന്നെന്നുള്ളത് അറിയാം. ഇതിൽ നോക്കുമ്പോൾ ഇവിടെ ഇരുന്ന് നോക്കുന്നു. ബസിന്റെ കാലപ്പഴക്കം അപകടത്തിന് കാരണമാണോ എന്ന് അന്വേഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇടിയുടെ ആഘാതത്താൽ 19 വർഷം പഴക്കമുള്ള ബസിന്റെ സീറ്റുകൾക്കുൾപ്പെടെ നാശനഷ്ടം സംഭവിച്ചു. കൂടാതെ സ്റ്റേജ് കാരേജ് വാഹനങ്ങളിൽ CCTV ക്യാമറ വേണമെന്ന മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശവും പാടെ അവഗണിച്ചാണ് ബസ് സർവീസ് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
എറണാകുളം ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ 27 സ്വർണവും 15 വെള്ളിയും 10 വെങ്കലവും മെഡലും അടക്കം നേടി കോതമംഗലം റിയോ ക്യൂ ഷിൻഡോ റിയോ കരാട്ടെ സ്കൂൾ മിന്നും വിജയം കരസ്ഥമാക്കി. ജൂനിയർ വിഭാഗത്തിൽ 172 പോയിന്റ് നേടി 2ാം സ്ഥാനവും സീനിയർ വിഭാഗത്തിൽ 17 പോയിന്റ് നേടി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കോലഞ്ചേരി കടയിരിപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന മത്സരത്തിലാണ് മികച്ച വിജയം കരസ്ഥമാക്കിയത്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഗായത്രി മനു ചാമ്പ്യനായി. 39 കുട്ടികൾ അടുത്ത മാസം ജനുവരിയിൽ കേരള സ്പോർട്സ് അംഗീകാരത്തോടെ നടക്കുന്ന സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി. ഷിഹാൻ ബിനേഷ് ജോസാണ് ടീമിന്റെ മുഖ്യ പരിശീലകൻ. രതീഷ് പി രാജൻ, ഷൈജു തോമസ്, ബേസിൽ തോമസ് എന്നിവരും ടീമിന്റെ പരിശീലകരാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ ഡീപോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ അനാലിസ്റ്റ് ടെസ്റ്റ് ഓറിയന്റേഷൻ നടത്തി. തൊടുപുഴ ലയൺസ് ക്ലബ്ബ് എലൈറ്റ് സംഘടിപ്പിക്കുന്ന കരിയർ അനാലിസ്റ്റ് ടെസ്റ്റ് ഓറിയന്റേഷൻ ഡീപോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലയൺസ് റീജിയണൽ ചെയർമാൻ സൈജൻ സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. ടെസ്റ്റ് ഓറിയന്റേഷൻ പരിപാടിയോടനുബന്ധിച്ച് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴ എലൈറ്റ് പ്രസിഡന്റ് ഡോക്ടർ VN ഷാജി മുഖ്യ പ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ CBK ജോൺ അധ്യക്ഷത വഹിച്ചു. 8 മുതൽ 12 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി ശാസ്ത്രീയമായി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട കരിയർ ഗൈഡൻസ് കോമ്പിറ്റൻസി ടെസ്റ്റ് ഓരോ വിദ്യാർത്ഥികളുടെയും വ്യക്തിഗതമായ കഴിവുകളും യോഗ്യതകളും അടിസ്ഥാനമാക്കി അവർക്ക് ശരിയായ പാത കണ്ടെത്തുവാനും അടുത്തതായി എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുവാനും സഹായിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ പേറ്റന്റ് ലഭിച്ച ഇത്തരത്തിലുള്ള ഏക പ്രൊഡക്റ്റായ ഈ ടെസ്റ്റ് ലോകത്തിലെ ഏറ്റവും പുതിയ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അടിസ്ഥാനമാക്കിയുള്ള സൈക്കോമെട്രിക് അനാലിസിസ് ആണ് നടത്തുന്നത്. കരിയർ അനാലിസിസ് ടെസ്റ്റ് ഓറിയന്റേഷൻ ഡീപോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലയൺസ് റീജിയണൽ ചെയർമാൻ സൈജൻ സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. സൈറ്റ് ഫോർ കിഡ്സ്, അതായത് കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർ വരുമാനം ഒന്നും നോക്കുന്നില്ല, അവർക്ക് വേണ്ടിയിട്ട് 1000 കണ്ണടകൾ വിതരണം ചെയ്യുകയാണ് ഈ വർഷം. അതിൽ ഏകദേശം 300 കുട്ടികൾക്ക് കണ്ണടകളായി കഴിഞ്ഞു, പരിശോധന കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും മഹനീയമായ ഒരു ഇതാണ് ഈ പറയുന്ന നമ്മുടെ കരിയർ അനാലിസിസ് ടെസ്റ്റ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ +2 എല്ലാം കഴിയുമ്പോൾ തിരഞ്ഞെടുക്കുന്ന വഴി ഏത്, ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഏകദേശം കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച ഒരു കുട്ടിക്ക് 1200 ചെലവ് വരുന്ന ഒരു പദ്ധതി ഇന്ന് ഈ സ്കൂളിൽ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് തയ്യാറായത്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരും അത് സ്പോൺസർ ചെയ്യാനായിട്ടാണ് CS അരുണും വന്നത്. ടെസ്റ്റിന്റെ ഓറിയന്റേഷൻ പരിപാടിയോടനുബന്ധിച്ച് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴ എലൈറ്റ് പ്രസിഡന്റ് ഡോക്ടർ VN ഷാജി മുഖ്യ പ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ CBK ജോൺ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ പരിപാടി സ്പോൺസർ ചെയ്ത അരുൺ S പെരുമ്പള്ളിലിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. അജേഷ് PS സ്വാഗതവും റെജി KV നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഉടുമ്പൻചോലയിൽ എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് MP യുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 2 ലിറ്റർ ചാരായവും 50 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു. വെസ്റ്റ് പാറ മുതുകുളത്ത് വീട്ടിൽ തങ്കപ്പന്റെ വീട്ടിൽ നിന്നുമാണ് ചാരായവും കോടയും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തത്. എന്നാൽ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പ്രതിയെ കണ്ടെത്തുവാൻ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. പ്രതി ചാരായം വാറ്റി തൂക്കുപാലം വെസ്റ്റുപാറ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു. എക്സൈസ് സംഘം എത്തുന്നതറിഞ്ഞ് പ്രതി സ്ഥലത്തു നിന്ന് മാറിയതിനാൽ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. തങ്കപ്പനെ പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനായി പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് എക്സൈസ്. പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KN രാജൻ, തോമസ് ജോൺ, പ്രിവന്റീവ് ഓഫീസർമാരായ MS അരുൺ, K രാധാകൃഷ്ണൻ, EC ജോജി, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ V അശ്വതി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അലങ്കാര ലൈറ്റുകൾ, ക്രിസ്മസ് പാപ്പ തൊപ്പികൾ, വിവിധ തരത്തിലുള്ള സ്റ്റാറുകൾ പാതയോരങ്ങൾ വെട്ടിത്തിളങ്ങുകയാണ്. ക്രിസ്മസിന്റെ വരവ് അറിയിച്ച് നഗരത്തിലെ വിപണികൾ സജീവമായി. കടകമ്പോളങ്ങൾ മുഴുവൻ ഉത്സവ ലഹരിയിൽ എത്തിയിരിക്കുകയാണ്. കരോളിനെയും ക്രിസ്മസ് പാപ്പയെയും വരവേൽക്കാൻ നക്ഷത്രങ്ങളേന്തി വീഥികൾ ശോഭ പകർന്നിരിക്കുന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും രാവായ ക്രിസ്മസിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. നവംബറിന്റെ അവസാനം മുതലേ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ മുറ്റത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു.
കടകമ്പോളങ്ങൾ മുഴുവൻ ഉത്സവലഹരിയിൽ എത്തിയിരിക്കുകയാണ്. കരോളിനെയും ക്രിസ്മസ് പാപ്പയെയും വരവേൽക്കാൻ നക്ഷത്രങ്ങളേന്തി വീഥികൾ ശോഭ പകർന്നിരിക്കുന്നു. കടകളിലെല്ലാം വ്യത്യസ്തങ്ങളായ മാതൃകയിലുള്ള നക്ഷത്രങ്ങളും പുൽക്കൂടുകളും കണ്ണഞ്ചിപ്പിക്കുന്ന വിവിധങ്ങളായ ലൈറ്റുകളും വിൽപ്പനയ്ക്ക് എത്തിക്കഴിഞ്ഞു. ക്രിസ്തീയ ദേവാലയങ്ങൾ ക്രിസ്മസിനെ വരവേൽക്കാൻ മോടി കൂട്ടിക്കഴിഞ്ഞു. നഗരത്തിലെ കടകളിലെല്ലാം ക്രിസ്മസ് പാപ്പമാരും ഒരുങ്ങി. ബേക്കറികളിലെ ചില്ലുകൂടുകൾ ക്രിസ്മസ് പുതുവർഷ കേക്കുകൾ കൊണ്ട് അലങ്കരിച്ചു കഴിഞ്ഞു. പതിവ് പോലെ മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തവും ആകർഷകവുമായ സാധനങ്ങൾ കൊണ്ട് കച്ചവട സ്ഥാപനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. വിവിധ ഡിസൈനുകളിലുള്ള ഉൽപ്പന്നങ്ങളാണ് തൊടുപുഴ ഗ്ലിറ്റ്സിൽ എത്തിച്ചിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോലും കണ്ടുവരുന്ന ക്രിസ്മസ് ട്രീകൾ ഈ വർഷത്തെ ഒരു പ്രത്യേകതയാണ്. 100 രൂപ മുതൽ 20,000 രൂപ വരെയുള്ള ട്രീകൾ ഗ്ലിറ്റ്സിൽ ലഭിക്കും. കൂടാതെ 10 തുടങ്ങി 1000 രൂപ വിലമതിക്കുന്ന ക്രിസ്മസ് ട്രീ ഡെക്കറുകളുണ്ട്. ചൂരൽ നിർമ്മിതമായ വളരെയധികം ലാസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള രൂപക്കൂടും വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. 400 മുതൽ 1500 രൂപ വരെയാണ് ഇതിന്റെ വില. പോളി മാർബിൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഉണ്ണിയേശു സെറ്റുകളും ലഭ്യമാണ്. വിവിധ ഡിസൈനുകളിലുള്ള അത്യാകർഷകമായ സ്റ്റാറുകളാണ് മറ്റൊരു പ്രത്യേകത. 10 തുടങ്ങി 1000 രൂപ വരെയുള്ള പേപ്പർ സ്റ്റാറും മാർക്കറ്റുകളിൽ കൂടുതൽ ഡിമാൻഡുള്ള 100 മുതൽ 1500 രൂപ വിലമതിക്കുന്ന LED സ്റ്റാറുകളും നെക്സ്റ്റ് ഗ്ലാസ് മുതലായ സ്റ്റാറുകളും വിപണി കീഴടക്കിയിരിക്കുകയാണ്. വിവിധ തരം LED സ്റ്റാറുകളും ഒരുക്കിയിരിക്കുന്നു. ക്രിസ്മസ് അടുത്തതോടെ സാന്റായുടെ തൊപ്പിക്കും വസ്ത്രങ്ങൾക്കും LED വിളക്കുകൾക്കുമെല്ലാം ഇത്തവണത്തെയും പോലെ വാങ്ങാൻ ആളുകളുടെ തിരക്കാണ്. പുൽക്കൂടുകൾക്കും മുഖംമൂടികൾക്കും ആവശ്യക്കാരേറെയാണ്. കടയിൽ കിട്ടുന്ന പ്ലാസ്റ്റിക് പുൽക്കൂടുകളും നക്ഷത്രങ്ങളും മാത്രമല്ല ഇത്തവണ പാപ്പായെ വരവേൽക്കാനുള്ളത്. കുട്ടികൾ വീട്ടിൽ തന്നെ ഒരുക്കിയ നക്ഷത്രങ്ങളും പുൽക്കൂടും ക്രിസ്മസ് ട്രീയുമുണ്ട്. അങ്ങനെ പുതുമയെയും പഴമയെയും ഒത്തിണക്കി കേരളക്കരയാകെ ക്രിസ്മസ് രാവിനായുള്ള കാത്തിരിപ്പിലാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഉടുമ്പന്നൂരിൽ ആതുര സേവന രംഗത്ത് 25 വർഷങ്ങളായി സുപരിചിതനായ ഡോക്ടർ ചാണ്ടിക്കുഞ്ഞ് MBBSന്റെ മേൽനോട്ടത്തിൽ ഉടുമ്പന്നൂർ ന്യൂ സിറ്റിയിൽ കരുണ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. മൈനർ കാഷ്വാലിറ്റി, കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് ആൻഡ് ECG തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ട്. കിടപ്പ് രോഗികളെ വീടുകളിൽ വന്ന് ചികിത്സിക്കുന്നു. ആഴ്ചയിൽ 7 ദിവസവും സ്ഥാപനം പ്രവർത്തന സജ്ജമാണ്. 24 മണിക്കൂറും സേവനം ലഭ്യമാകും. ക്ലിനിക്കിലേക്ക് ലാബ് ടെക്നീഷ്യന്മാരെയും സ്റ്റാഫ് നഴ്സുമാരെയും ആവശ്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 88 48 57 92 99 97 44 61 54 84 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. റവറന്റ് ഡോക്ടർ സ്റ്റാലിൻ കുന്നേൽ രചിച്ച ഹല്ലേലൂയ ദൈവപുത്രൻ പാടുന്നു എന്ന ക്രിസ്തീയ ഗാനം റിലീസ് ചെയ്തു. കാർലോ TV യൂട്യൂബ് ചാനലിലൂടെയാണ് ഗാനം പുറത്തു വന്നിരിക്കുന്നത്. ഷാജി മുതലക്കോടും ഈണം നൽകിയ ഗാനം ആലപിച്ചിരിക്കുന്ന ജിൻഡോ ജോൺ ആണ്. ഓർക്കസ്ട്രേഷൻ മനീഷ് ഷാജി, കോറസ് സോജി അഞ്ജലി, മായ, ബാസ് ഡ്രം ബൈജു മാത്യു, സൈഡ് ഡ്രം രാജു രാമപൂരം. മഞ്ഞു പെയ്യുന്ന രാവിൽ കുളിർ തെന്നൽ വീശുന്ന സൗഖ്യസന്ധ്യയിൽ പാതിരാവിലെ പാതിമയക്കത്തിൽ കേട്ടു മാലാഖമാരുടെ ഗാനം, ഒരു ദിവ്യഗാനം. മഞ്ഞു പെയ്യുന്ന രാവിൽ കുളിർ തെന്നൽ വീശുന്ന സൗഖ്യസന്ധ്യയിൽ പാതിരാവിലെ പാതിമയക്കത്തിൽ കേട്ടു മാലാഖമാരുടെ ഗാനം, ഒരു ദിവ്യഗാനം. നിറയുന്ന മിഴികൾക്ക് സാന്ത്വനമാ, വിടറുന്ന പാദങ്ങൾക്ക് ദിവ്യബലമാ,
നിറയുന്ന മിഴികൾക്ക് സാന്ത്വനമായി ഇടറുന്ന പാദങ്ങൾക്ക് ദിവ്യബലമായി പതറുന്ന ജീവിതങ്ങൾ കാലംബമായി വിണ്ണിന്റെ നാഥൻ പിറന്നു പാരിൽ മനുജനായി പിറന്നു. ദരിദ്രർക്ക് ആശ്വാസ സുവിശേഷമാ ബന്ധിതർക്ക് ഉത്തമമോചകനാ. ദരിദ്രർക്ക് ആശ്വാസ സുവിശേഷമാ ബന്ധിതർക്ക് ഉത്തമമോചകനാ. അന്ധർക്ക് ശാശ്വത പ്രകാശമായി പാവനരാവിൽ പിറന്നു രക്ഷകനായി മണ്ണിൽ പിറന്നു. പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിനുള്ളിൽ ജീവനക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാമ്പാടുംപാറ പത്തിരിപ്പാറ കോവേരിൽ ശിവദാസിന്റെ മകൻ മെയ്മോനെയാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഏലം ഗവേഷണ കേന്ദ്രത്തിലെ പഴയ കെട്ടിടത്തിന്റെ സിറ്റ് ഔട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗവേഷണ കേന്ദ്രത്തിലെ കാർഷിക വിഭാഗം ജീവനക്കാരനായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയൂണിന് ശേഷം വിശ്രമിക്കാനെന്ന് പറഞ്ഞു പോയ മെയ്മോനെ ജോലിക്ക് പ്രവേശിക്കാനുള്ള സമയം കഴിഞ്ഞിട്ടും കാണാതായതോടെ കൂടെ ജോലി ചെയ്യുന്നവർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങി നിൽക്കുന്നതായി കണ്ടത്. സമീപത്ത് മദ്യക്കുപ്പിയും സിഗരറ്റ് കുറ്റിയും തീപ്പെട്ടിയും കാണപ്പെട്ടു. മരണകാരണം വ്യക്തമല്ല. സാമ്പത്തിക ബാധ്യത ഒന്നുമില്ലെന്നാണ് അറിവ്. പുതിയ വീട്ടിലേക്ക് അടുത്തയാഴ്ചയിൽ കയറിക്കൂടാനിരിക്കുകയായിരുന്നു മരണം. മാതാവ് വത്സല, ഭാര്യ ആതിര, അഭിമന്യു, അവനിക എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. അമൃത ആശുപത്രിയും ബഹിരാകാശ വകുപ്പിന് കീഴിലുള്ള ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും ചേർന്ന് സൗജന്യ അപസ്മാര നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. തൊടുപുഴ ലയൺസ് ക്ലബ്ബുമായി ചേർന്ന് ക്യാമ്പ് നടത്തുന്നത് 21 രാവിലെ 11 മുതൽ ലയൺസ് ക്ലബ്ബ് ഹാളിൽ ക്യാമ്പ് നടക്കും. ഉദ്ഘാടന യോഗത്തിൽ പി ജെ ജോസഫ് MLA, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. നിർധന രോഗികൾക്ക് ആവശ്യമെങ്കിൽ സൗജന്യമായ ശസ്ത്രക്രിയയും നടത്തും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 94 00 99 85 46 94 00 99 85 52 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും അപസ്മാരം അഥവാ എപ്പിലെപ്സി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ? അപസ്മാര രോഗം പൂർണ്ണമായും ഭേദമാക്കാൻ ഉതകുന്ന അതിനൂതനമായ ചികിത്സാ രീതികൾ ഇന്ന് ലഭ്യമാണ്. അപസ്മാര ചികിത്സയ്ക്ക് ദേശീയ തലത്തിൽ തന്നെ പ്രശസ്തമായ അമൃത എപ്പിലെപ്സി വിഭാഗവും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ വിഭാഗമായ ISROയുടെ കീഴിലുള്ള ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും ലയൺസ് ക്ലബ്ബുമായി സഹകരിച്ച് തൊടുപുഴ ലയൺസ് ക്ലബ്ബിൽ വെച്ച് ഡിസംബർ 21-ന് സൗജന്യ അപസ്മാര മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. രോഗനിർണയവും സൗജന്യ മരുന്ന് വിതരണവും ഒപ്പം സർജറി മുതലായ തുടർ ചികിത്സകൾ ആവശ്യമുള്ള നിർധനരായ രോഗികൾക്കുള്ള സഹായവും ഈ ക്യാമ്പിൽ ലഭ്യമാണ്. ഡേറ്റ് മറക്കണ്ട, 2025 ഡിസംബർ 21 തൊടുപുഴ ലയൺസ് ക്ലബ്ബ് രാവിലെ 11 മണി മുതൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9400998546 എന്ന നമ്പറിൽ വിളിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
DCC നേതൃയോഗം തൊടുപുഴ രാജീവ് ഭവനിൽ നടന്നു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇടുക്കി ജില്ലാ വ്യാപാരോത്സവത്തിന് തൊടുപുഴയിൽ ഔദ്യോഗികമായ തുടക്കം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് 57 വർഷങ്ങൾക്ക് ശേഷം പുതിയ തലമുറയ്ക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തി. തൊടുപുഴയിൽ സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടു. തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന അവിൽ മോഹൻ ബസ്സാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടമുണ്ടാക്കിയത്. തൊടുപുഴ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ അനാലിസ്റ്റ് ടെസ്റ്റ് ഓറിയന്റേഷൻ നടത്തി. ലയൺസ് ക്ലബ് റീജിയണൽ ചെയർമാൻ സൈജൻ സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.